താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ മഴയിൽ മണ്ണും കല്ലും റോഡിലേക്ക് ഒഴുകിയെത്തുന്നു. ചുരത്തിലെ ഗതാഗത നിയന്ത്രണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കല്ലും മണ്ണും മരങ്ങളും റോഡിലേക്ക് വീണത്. ഇന്നലെ വലിയ ശ്രമത്തിനൊടുവിൽ അത് ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. മണ്ണും കല്ലുകളും ഒക്കെ റോഡിൽ നിന്ന് മാറ്റാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതേ ഭാഗത്ത് തന്നെയാണ് വീണ്ടും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും മണ്ണും കല്ലും എല്ലാം ഒലിച്ച് റോഡിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗതാഗതം ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അത് വലിയ റിസ്ക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ, മാത്രവുമല്ല റോഡിൽ ഇത്തരത്തിൽ മണ്ണും കല്ലും ഒക്കെ അടിയുന്നത് കൊണ്ട് തന്നെ അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റ് വഴികളിലൂടെ ഇപ്പോൾ വാഹനങ്ങളെ, വയനാട്ടിലേക്ക് പോകേണ്ട ആളുകളെ കടത്തിവിടുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ്, വടകര വഴിയൊക്കെ പോകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി ഇത് മഴ തുടർച്ചയായി പെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഫൈസൽ നെടുമാല ചേരുന്നുണ്ട്. ഫൈസൽ, കൂടുതൽ ഇടിഞ്ഞ് താഴേക്ക് വരുന്ന അവസ്ഥയാണോ? കൂടുതലായി മണ്ണ് ഇടിയുന്നത് നിലവിൽ ഇളകിക്കിടക്കുന്ന മണ്ണിന്റെ ബാക്കി ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത് സൂചിപ്പിച്ചതാണ്. കാരണം വലിയ പാറയാണ് പൊട്ടിയൊലിച്ച് താഴേക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇനിയും അവിടെ, അതായത് പൊട്ടിയൊലിച്ച് വന്ന ഭാഗത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഇപ്പോഴും തടഞ്ഞു നിൽക്കുന്നുണ്ട്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇത് വീണ്ടും റോഡിലേക്ക് പതിക്കുകയാണ്. ഇനിയും കൂടുതൽ മണ്ണുകളും പാറക്കഷ്ണങ്ങളും ഈ ഭാഗത്ത് നിന്ന് വരാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇനിയും ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ പാറക്കെട്ടുകളും മണ്ണും ഉൾപ്പെടെ റോഡിലേക്ക് വരും. ഇപ്പോഴും അതിശക്തമായ മഴ താമരശ്ശേരി ചുരത്തിൽ ഉൾപ്പെടെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂടുതലാണ്. ഈ ഭാഗങ്ങളിൽ തന്നെ നിൽക്കുന്നത് പോലും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. കൂടുതലായിട്ടുള്ള മണ്ണ് ഇനിയും വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഗതാഗത നിയന്ത്രണം തുടരാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ഒരു നിലക്കും വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. ആംബുലൻസ് ഉൾപ്പെടെ കടന്നു പോകുമ്പോൾ ഈ ബാക്കിയുള്ള കല്ലുകൾ റോഡിലേക്ക് പതിക്കുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പൂർണ്ണമായും മഴ മാറി നിന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ഭാഗങ്ങളിൽ ക്ലിയർ, അതായത് ഈ നിലവിൽ അടിഞ്ഞ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. എന്നിരുന്നാലും മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഈ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്യുന്നത് ദുഷ്കരമായി തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത. അല്പസമയം കൂടി മഴ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ പാറക്കെട്ടുകളും റോഡിലേക്ക് പതിക്കും. അതുകൊണ്ട് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് വൈകുമെന്നുള്ളത് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. ഇപ്പോൾ ഏത് തരത്തിലാണ് ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നത്? അത് വലിയ തിരക്കുണ്ടാക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഇത് ഇപ്പോഴുള്ള മണ്ണ് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമല്ലേ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കളക്ടർ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? അതന്നെ, തീർച്ചയായും. നമ്മളിപ്പോൾ ചുരത്തിന്റെ കവാടത്തിൽ, അതായത് വയനാട് ചുരത്തിന്റെ കവാടത്തിൽ ലക്കിടി ഭാഗത്താണ് വയനാട്ടിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നത്. അതുപോലെ കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ അടിവാരത്തെ ചുരത്തിന് മുന്നിലായിട്ട് തടഞ്ഞിട്ടിട്ടുണ്ട്. രാവിലെ നേരിയ തോതിൽ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. കാരണം വലിയ വാഹന വ്യൂഹം ഈ രണ്ട് ഭാഗങ്ങളിലായി നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധവും ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം മൂന്നാമത്തെ ദിവസമാണ്. മിനിഞ്ഞാന്ന് വൈകിട്ട് 6:45 കൂടിയാണ് ചുരത്തിൽ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചുകൊണ്ട് പാറക്കെട്ടുകളും മണ്ണും ഒലിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് കോഴിക്കോട് നിന്നുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്താത്തതിലും വലിയ പ്രതിഷേധം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. കോഴിക്കോടിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഈ ഒരു ഭാഗത്തേക്ക് എത്താത്തതും നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ക്രോഡീകരണവും ഇന്ന് വളരെ വൈകിയാണ് ഉണ്ടായത്. അതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കോഴിക്കോട് നിന്നുള്ള ഉദ്യോഗസ്ഥരാരും എത്തിയില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഈ ചുരം ഇടിഞ്ഞ സമയം മുതൽ വയനാട് ജില്ലാ കളക്ടർ, വയനാട് കൽപ്പറ്റ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ രാത്രി വൈകിയും ഈ ഒരു പ്രദേശത്ത് നിലനിന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ക്രോഡീകരിച്ചത്. കോഴിക്കോട് നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളതും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ നടക്കുന്നുണ്ടെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും വൈകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാവിലെ കുറച്ച് സമയം വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് പോലും
ശക്തമായ വെള്ളം ഒലിച്ചു വന്ന് ആ റോഡിലേക്ക് കല്ല് പതിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, വാഹനത്തിലേക്ക് തെറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിന്നിരുന്നു. ഇത് വീണ്ടും ഗതാഗതം അടക്കാൻ കാരണമായിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിൽ കുത്തൊഴുക്കാണ്, വലിയ കുത്തൊഴുക്കാണ് മുകളിൽ നിന്ന് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ നീർച്ചാലുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ നീർച്ചാലിന്റെ വെള്ളം കെട്ടി നിന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രാഥമികമായിക്കൊണ്ട് ഈ മണ്ണിടിയാനുള്ള ഒരു കാരണമായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നീർച്ചാലുള്ള ഭാഗത്ത് കൂടുതൽ വെള്ളം ഫോഴ്സിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു ഭാഗത്ത് ഗതാഗത നിയന്ത്രണം തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി ഫൈസൽ.